ജിത്തു ജോസഫ് ഒരുക്കിയ വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികളിൽ ബിജു മേനോൻ പങ്കെടുത്തില്ലെന്നത് വലിയ വിവാദമായിരുന്നു. കരാറുണ്ടായിട്ടും പ്രൊമോഷന് വന്നില്ലെന്നും ബിജു മേനോൻ കാരണം നിർമ്മാതാവിന് 25 ലക്ഷം രൂപ നഷ്ടം വരുമെന്നും ഉണ്ണികൃഷ്ണൻ അന്ന് ആരോപിച്ചിരുന്നു. ഇപ്പോഴിതാ വിഷയത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ജിത്തു ജോസഫ്. പണം വാങ്ങുന്നതല്ലേയെന്നും അതിനാൽ നിർമ്മാതാവ് വിളിച്ചാൽ ചെല്ലാൻ എല്ലാവരും ബാധ്യസ്ഥനാണെന്നും ജിത്തു ജോസഫ് പറഞ്ഞു. ഇൻഡസ്ട്രിയിൽ പ്രശ്നങ്ങളുണ്ട്. അത് വ്യക്തമായി പലയിടത്തും അഡ്രസ്സ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇവിടെയൊന്നും സംഭവിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ചില പ്രൊജക്റ്റുകളിൽ ആ ഒരു അച്ചടക്കം നടക്കുന്നുണ്ട്. എല്ലാ പ്രൊജക്റ്റുകളിലും ആ ഒരു അച്ചടക്കം നടക്കാറില്ല. ഈയിടെ 1-2 അതുപോലെ സംഭവങ്ങൾ ഉണ്ടായല്ലോ. വലതുവശത്തെ കള്ളൻ സിനിമയുടെ പ്രൊമോഷന് പങ്കെടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ബിജുവിനെ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത്, എടാ ജിത്തു, ഞാൻ അങ്ങനെ പോകാറില്ലെന്നും ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ പിന്നെ അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. ഒരു പ്രസ് മീറ്റുണ്ട്, അതിനെങ്കിലും വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് പങ്കെടുത്തു പോയി. നമ്മളെ വെച്ച് ഒരു പ്രൊഡ്യൂസർ പണം മുടക്കുകയാണ്. ആ ഒരു വ്യക്തിയാണ് എല്ലാവർക്കും പണം കൊടുക്കുന്നത്. ബാക്കി എല്ലാവരും പൈസ മേടിക്കുകയാണ്. എന്നെ വിശ്വസിച്ചൊരാൾ പൈസ മുടക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ കൂടെ നിൽക്കണ്ടേ? ആ സിനിമ ഇറങ്ങി അതിൻ്റെ വരുമാനം വരുന്നത് വരെ എങ്കിലും മുഷിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. ഒരു ദിവസം 13-14 ഇൻ്റർവ്യൂസ് കൊടുത്തിട്ട് കൊഴിഞ്ഞുപോയ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞത് തന്നെ പറഞ്ഞു മടുക്കും. അങ്ങനെ 3 ദിവസമൊക്കെ നമ്മളിരുന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതെല്ലാം ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞാൻ മാത്രമല്ല, ടെക്നീഷ്യൻസ് ആണെങ്കിലും താരങ്ങളാണെങ്കിലും നിർമ്മാതാവ് വിളിച്ചാൽ ചെല്ലണം. അതാണ് ശരിയെന്നും ഞാൻ വിശ്വസിക്കുന്നത്.